Good evening students. Welcome to the lecture series of Electrostatics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഗോസസ് ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. E is equal to sigma by 2 epsilon 0 n cap. അപ്പോൾ ഇതാണ് ഒരു ഷീറ്റ് ഓഫ് ചാർജ് എങ്കിൽ ആ ഷീറ്റ് ഓഫ് ചാർജിൽ പോസിറ്റീവ് ചാർജാണ് സ്പ്രെഡ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. If you are considering a point like this, electric field will be in this direction and the magnitude will be always sigma by 2 epsilon 0. ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ സോഴ്സ് ചാർജ്. അപ്പോൾ ആ സോഴ്സ് ചാർജിൽ നിന്നും കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 വരും. ടുവേർഡ്സ് ദ ഷീറ്റ് ആയിരിക്കും. നോർമൽ ആൻഡ് ടുവേർഡ്സ് ദ ഷീറ്റ് ആ രൂപത്തിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് ഷീറ്റ് ഓഫ് ചാർജുകൾ എടുക്കാൻ പോവാണ്. ഒരു ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജും മറ്റൊന്നെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു ഷീറ്റും. സോ യു കൺസിഡർ ടു ഷീറ്റ്സ് 1 and 2 which are separated by a distance. ഒരു ഡി ഡിസ്റ്റൻസിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അത്രയും ആവട്ടെ, ഡിസ്റ്റൻസ് പ്രസക്തമല്ല. ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലസ് സിഗ്മയാണെന്ന് വിചാരിക്കുന്നത്. മീൻസ് പോസിറ്റീവ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ്. Here negative charge is distributed over the surface and the surface charge density is minus sigma. Okay, so we have to find out the electric field left of sheet 1 and we have to find out the electric field right of sheet 2 and we also want to find out the electric field in between. ഈ മൂന്ന് കേസാണ് നമുക്ക് ചെയ്യേണ്ടത്. ലെഫ്റ്റിലും റൈറ്റിലും ഇൻ ബിറ്റ്വീനും എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഇതാണ് നമ്മളുടെ ചോദ്യം. ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ വി ക്യാൻ സിംപ്ലി അപ്ലൈ ഗോസസ് ലോ ആൻഡ് വി ക്യാൻ സിംപ്ലി extend the expression that we have obtained in the previous class to this problem. That means ഒരു ഷീറ്റ് ഓഫ് ചാർജിന് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണെങ്കിൽ ഇവിടെ രണ്ട് ഷീറ്റ് ഓഫ് ചാർജുകളുണ്ട്. ഓപ്പോസിറ്റ് ചാർജുകളാണ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റി ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഇപ്പോൾ ഇതിനെ ഷീറ്റ് 1 എന്ന് വിളിക്കാം. ഇതിനെ ഷീറ്റ് 1 അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ E1 എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഷീറ്റ് 2ൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ E2 എന്നും റെപ്രസെന്റ് ചെയ്യാം. അതായത് ഷീറ്റ് 1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E1ഉം ഷീറ്റ് 2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E2. ഈ പോയിന്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഷീറ്റ് 1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും കൺസിഡർ ചെയ്യണം, ഷീറ്റ് 2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ E1 എന്ന് പറയുന്നത് ഇങ്ങനെ വരും. കാരണം ഇത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. E1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സിഗ്മ ബൈ 2 എപ്സിലോൺ 0 n ക്യാപ് എടുക്കുക ഈ ഡയറക്ഷൻ. വാട്ട് വിൽ ബി E2? ഈ ഷീറ്റ് കൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു E2. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 n ക്യാപ്. If you are taking n cap as in this direction, then electric field, total net electric field E is equal to E1 plus E2 is equal to sigma by 2 epsilon 0 minus sigma by 2 epsilon 0 എന്ന് വരും. That will be equal to 0. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. ഓക്കെ, E1 plus E2. ഓക്കെ, E is equal to സിഗ്മ. ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് 0 വരും. E 0 വരും. വാട്ട് അബൌട്ട് ദ റൈറ്റ് സൈഡ്? ഇവിടെ നെഗറ്റീവ് ചാർജ് ഷീറ്റ് 2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരും. E2 is equal to
sigma by 2 epsilon 0 into n cap എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. മറ്റതോ E1 എന്ന് പറയുന്നത് ഷീറ്റ് 1ൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് away from the sheet ആയിരിക്കും, away from the point ആയിരിക്കും. that will be sigma by 2 epsilon 0 into n cap. n capൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് എടുത്തേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. n cap is in this direction towards left. So the total electric field E is equal to minus E1 plus E2. E1 plus E2. That is equal to minus sigma by 2 epsilon 0 plus sigma divided by 2 epsilon 0. That will be equal to 0. Electric field റൈറ്റിലും 0 വരും. ക്ലിയർ? അപ്പോൾ ഈ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഓരോ ഷീറ്റിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദ റിസൾട്ട് വിൽ ബി 0. ദെൻ വാട്ട് അബൌട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഇൻ ബിറ്റ്വീൻ എങ്ങനെ വരും? വളരെ ലളിതമാണ്. ഈ ഷീറ്റ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് E1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഷീറ്റ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് E2 ഈ ഡയറക്ഷൻ തന്നെ വരും. E1ഉം E2ഉം ഒരേ ഡയറക്ഷൻ തന്നെ വരും. പ്ലസ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E1 ഇങ്ങനെയും വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് സിഗ്മ ബൈ 2 epsilon 0 n cap. And E2 is equal to minus sigma by 2 epsilon 0 n cap. So the net electric field will be E1 is equal to E1 plus E2 is equal to minus sigma divided by 2 epsilon 0 n cap minus sigma divided by 2 epsilon 0 n cap. So that is equal to minus sigma by epsilon 0 into n cap. Electric field in between. നമ്മൾ കൺവെൻഷനലി ഇതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ n cap ഇങ്ങനെയാണ് എടുത്തേണ്ടത്. If we are taking the direction of n cap in this direction, then you can simply write it as electric field is equal to sigma by epsilon 0 n cap. ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. പല രൂപത്തിൽ എഴുതാറുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. സോ ഒരു ഷീറ്റ് ഓഫ് ചാർജിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ദ ഷീറ്റ് ഓഫ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, സോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ഓൾവേസ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. ഇത് ഓർത്താൽ മതി. പോസിറ്റീവ് ഷീറ്റിൽ നിന്ന് നെഗറ്റീവ് ഷീറ്റിലേക്കായിരിക്കും ഡയറക്ഷൻ. ആ ഡയറക്ഷനെയാണ് നമ്മൾ n cap എന്ന് എടുക്കുക, അല്ലെങ്കിൽ മൈനസ് n cap എന്ന് എടുക്കാം. നമ്മൾ പ്രോബ്ലത്തിൽ പെട്ടെന്ന് മൈനസ് n cap എന്നാണ് എടുത്തത്. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ ഡയറക്ഷൻ റൈറ്റ് ഡയറക്ഷനെ കൺവെൻഷനായിട്ട് n cap എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ ബൈ എപ്സിലോൺ 0 n cap. വെരി സിമ്പിൾ പ്രോബ്ലം, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. അപ്പോൾ ഷീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇലക്ട്രിക് ഫീൽഡ് 0, ഷീറ്റിൻ്റെ രണ്ട് ഷീറ്റുകളുടെയും ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഓർമ്മിച്ച് വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് we are going to discuss a problem. It's a simple problem. You are considering electric field due to a non-uniformly charged sphere where volume charge density is proportional to
proportional to distance from center of the sphere. Center of the sphere. That means rho proportional to r. നമ്മളൊരു യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണ് എടുക്കുന്നത്. ചാർജ് ഈസ് നോട്ട് യൂണിഫോം, നോട്ട് യൂണിഫോംലി ചാർജ്ഡ്. That means charge density is not uniform throughout. ഈ റീജിയനിലും ഈ റീജിയനിലും ഈ റീജിയനിലും ഈ റീജിയനിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയനിൽ റോ എന്ന് പറയുന്നത് യൂണിഫോം അല്ല, റോ എന്ന് പറയുന്നത് സെയിം അല്ല, റോ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് റോ ഇൻറ്റു വോള്യൂം എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇത് യൂണിഫോം ആയിട്ടുള്ള സിറ്റുവേഷന് മാത്രമേ, യൂണിഫോം പോളർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ സ്പിയറിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തും പല വാല്യൂസ് ആണ്. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് റോ ഈസ് പ്രപ്പോർഷണൽ ടു ആർ. ദാറ്റ് മീൻസ് ദാറ്റ് the sphere is not uniformly polarized. So simply you can write it as rho is equal to some constant k into r. So this is equation number 1. ഇതാണ് നമുക്ക് തന്നേക്കുന്ന സിറ്റുവേഷൻ. നമുക്ക് വേണ്ടത്, നമുക്ക് തന്നേക്കുന്ന സ്പിയർ എന്ന് പറയുന്നത്, സപ്പോസ് ദ സ്പിയർ ഹാസ് ഗോട്ട് എ റേഡിയസ് ക്യാപിറ്റൽ ആർ വിചാരിക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത്, we want to find out electric field outside the sphere, electric field on the surface and electric field inside. ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കണം. സർഫസിൽ കണ്ടുപിടിക്കണം, ഔട്ട്സൈഡ് കണ്ടുപിടിക്കണം, ഇൻസൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് കേസ് 1 എടുക്കാം. കേസ് 1, ഔട്ട്സൈഡ് ദ സ്പിയർ. Outside the sphere. So you take a sphere of radius capital R. You consider a point P at a distance small r from the center of the sphere. Then if suppose you want to find out the electric field at this point, you imagine ഇവിടെ electric field എന്ന് പറയുന്നത്, electric field symmetry എന്ന് പറയുന്നത് spherical symmetry ആയതുകൊണ്ട് തന്നെ you can imagine a Gaussian sphere of radius r passing through that point P, then you apply Gauss's law. Gauss's law apply ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. Gauss's law apply ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E dot dA is equal to Q enclosed by epsilon 0. Q enclosed is the charge enclosed by the Gaussian surface, Gaussian sphere. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സിമെട്രി പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരും. If you are considering an area element, the direction of the area element will be also in this direction. So the direction of E and dA will be same. The angle between E and dA is 0. So E, you can simply write it as integral E dA cos 0 is equal to Q enclosed by epsilon 0. So E into area of the sphere, Gaussian sphere is 4 pi r square, surface area. R radius, small r radius ഉള്ള Gaussian sphere ന്റെ surface area എന്ന് പറയുന്നത് 4 pi r square വരും. E into 4 pi r square, that will be equal to Q enclosed by epsilon 0. What is Q enclosed? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Enclosed charge. നമുക്ക് തന്നേക്കുന്ന സ്പിയർ എന്താണ്? ഒരു സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പുറത്തൊരു ഗോസിയൻ സ്പിയർ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗോസിയൻ സ്പിയറിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ആക്ച്വൽ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് തന്നെയാണ്. വേറെ ചാർജുകളൊന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോസിയൻ സ്പിയറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിൻ്റെ ടോട്ടൽ ചാർജാണ്. ഈ സ്പിയറിൻ്റെ ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നേക്കണത് എന്താണ്? Given rho is equal to kr. ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ടോട്ടൽ ചാർജ്? ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ you just integrate total charge Q is equal to Q enclosed is equal to angle Q is equal to volume integral rho d tau.
So what is rho? Volume integral kr d2. നമുക്കിവിടെ ഈ പ്രോബ്ലം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ചെയ്യാം. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ചെയ്യുമ്പോൾ differential volume element d2 can be written as r square sin theta d theta dr d phi എന്ന് എഴുതാം. നമുക്കറിയുന്ന എക്സ്പ്രഷനാണ്. d2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു ക്യാൻ റൈറ്റ് q enclosed is equal to volume integral kr r square sin theta d theta d phi into dr. So r varies from, നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയർ എത്രയാണ്, 0 തൊട്ട് റേഡിയസ് 0 തൊട്ട് ക്യാപിറ്റൽ ആർ വരെയാണ്. അപ്പോൾ r varies from 0 to capital R എന്ന് എഴുതാം. ഓക്കെ, k r ക്യൂബ് ഇന്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to pi. നമുക്കറിയാം ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 to pi വരെയാണ് വേരി ചെയ്യുക. സൈൻ തീറ്റ ഡി തീറ്റ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു ഡി ആറോടെ എഴുതാം. ഇന്റഗ്രൽ ഫൈ വേരീസ് ഫ്രം 0 to 2 pi d phi ഇങ്ങനെ എഴുതാം. ഓക്കെ, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. r varies from 0 to capital R, kr cube dr, integral theta varies from 0 to pi sin theta d theta into phi, upper limit ഉം lower limit ഉം കൊടുക്കുക 2 pi, integral d phi is phi, upper limit ഉം lower limit ഉം കൊടുക്കുക. Then k integral r varies from 0 to capital R, r cube dr into 2 pi into integral theta varies from 0 to pi sin theta d theta. Integral sin theta is minus cos theta. So k integral r cube എന്ന് പറയുമ്പോൾ k r raised to 4 by 4, upper limit എത്ര കൊടുക്കും, lower limit 0, upper limit capital R into 2 pi into integral sin theta is minus cos theta, upper limit ഉം lower limit ഉം കൊടുക്കുക 0 pi. ഓക്കെ, so the result will be q enclosed is equal to, q enclosed or q can be written as k r raised to 4, k r raised to 4 by 4 into 2 pi into cos pi minus cos 0. So minus k r raised to 4 by 4 into 2 pi into minus 1 minus 1. So k r raised to 4 by 4 into 4 pi. So ഈ 4 ഉം 4 ഉം വെട്ടിപ്പോയി. The result will be pi k r raised to 4. This is the q enclosed. So you can simply apply Gauss's law. Gauss's law apply ചെയ്യുമ്പോൾ closed surface integral E dot dA is equal to q enclosed by epsilon 0 E into 4 pi r square is equal to q enclosed is pi k r raised to 4 by epsilon 0. So E will be pi k r raised to 4 by 4 pi r square epsilon 0 എന്ന് എഴുതാം. ഈ പയ്യും പയ്യും വെട്ടിപ്പോയി. k capital R raised to 4 by 4 r square epsilon 0 into r cap എന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിട്ട് r cap എഴുതാം. റേഡിയൽ വെക്റ്റർ റേഡിയലി ഔട്ട്വേർഡ് ആയതുകൊണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1 by r square. Clear? So what about on the surface? Second case നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർഫസിൽ എന്ത് വരും? On the surface
surface of the sphere, put small r is equal to capital R. നമ്മൾ പണ്ടൊക്കെ ചെയ്ത പോലെ അതേ മെത്തേഡ് തന്നെ. So E is equal to K r raised to 4 by 4 epsilon naught r square into r cap. So K r square divided by 4 epsilon naught r cap. This is the electric field. Electric field on the surface. So what is the electric field inside the surface? Inside the sphere. Okay. So again you consider a sphere of radius capital R. നമുക്ക് ഈ പോയിന്റിലെ ഇൻസൈഡ് ഉള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് r ദൂരത്തിലാണ് ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സ്പിയർ r റേഡിയസ് ആണ്. ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. പോയിന്റ് P എന്ന് കൺസിഡർ ചെയ്യുക. So in order to find the electric field at point P, you imagine a Gaussian sphere of radius small r. Then you can apply Gauss's law. Closed surface integral E dot dA is equal to Q enclosed by epsilon 0. Here also electric field and dA vector are parallel. So you can simply write it as E into 4 pi small r square is equal to Q enclosed by epsilon 0. പഴയ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടുത്തെ Q enclosed എത്ര വരും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇവിടുത്തെ Q enclosed എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ മൊത്തം സ്പിയറിൻ്റെ ടോട്ടൽ ചാർജ് കൺസിഡർ ചെയ്യേണ്ട. സോ ഗിവൺ റോ is equal to kr. Okay. So you can simply write it as Q enclosed is equal to volume integral over the Gaussian sphere rho d tau. So volume integral kr d tau. So volume integral kr r square sin theta d theta dr d phi. ഓക്കെ, ഇവിടെ ലിമിറ്റ് എങ്ങനെ വരും? ഇവിടെ ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 തൊട്ട് r റേഡിയസ് വരെയുള്ള സ്പിയർ ആണ്. അതുകൊണ്ട് തന്നെ ആറിൻ്റെ ഇന്റഗ്രൽ r വേരീസ് ഫ്രം 0 ടു സ്മോൾ r എന്ന് വരും. നോട്ട് ക്യാപിറ്റൽ R, സ്മോൾ r വരെ ഉണ്ടാവുള്ളൂ. kr ക്യൂബ് dr. Integral theta varies from 0 to 2 pi sin theta d theta. Integral phi varies from 0 to pi 0 to 2 pi d phi എന്ന് എഴുതാം. അപ്പോൾ എന്തായി? k into r raised to 4 by 4. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക 0 r. Integral sin theta d theta is minus cos theta. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 പൈ. ഇന്റഗ്രൽ ഡി ഫൈക്ക് അപ്പർ ലിമിറ്റ് 5 വരുന്നു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 2 പൈയും വന്നു. സോ ദ റിസൾട്ട് വിൽ ബി k small r raised to 4 by 4 into
Okay, then kr raised to 4 by 4 into minus into cos pi minus cos 0 into 2 pi എന്ന് വരും. So kr raised to 4 by 4 into minus 1 into minus 1 into 2 pi എന്ന് വന്നു. So kr raised to 4 by 4 into 4 pi എന്ന് വന്നു. So that will be equal to kr raised to 4 into pi എന്ന് വന്നു. That is q enclosed charge. Then what will be the electric field? From Gauss's law, E into 4 pi small r square is equal to kr raised to 4 pi by epsilon 0. So ഈ r square r raised to 4 വെട്ടിപ്പോയി. So ഈ പൈയും വെട്ടിപ്പോയി. So E is equal to kr square divided by 4 epsilon naught എന്ന് വന്നു. Vector E is equal to kr square by 4 epsilon naught into unit vector r cap. So in this case, the electric field is proportional to r square inside. Inside electric field r square proportional ആണ്. Outside electric field proportional to 1 by r square ആണ്. So if you plot a graph between electric field and distance, then the graph will be like this. E proportional to r square, E proportional to 1 by r square. ഈ പോയിന്റ് എന്ന് പറയുന്നത് സർഫസ് ആണ്, ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ പോയിന്റ് വരും, 0 തൊട്ട് ക്യാപിറ്റൽ ആർ വരെ. ഈ രൂപത്തിലാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഒരു നോൺ യൂണിഫോംലി ചാർജ്ഡ് സ്പിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, next we are going to discuss another important topic. That topic is curl of electrostatic field. Curl of electrostatic field. Curl of electrostatic field. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗോസസ് ലോ ഡിസ്കസ് ചെയ്തപ്പോൾ ഗോസസ് ലോ ഈസ് നത്തിങ് ബട്ട് ദ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെൽ ഡോട്ട് വെക്റ്റർ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, വിച്ച് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. സോ വി ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡൈവർജൻസും കേളും കൃത്യമായി സ്പെസിഫൈ ചെയ്താൽ ആ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡൈവർജൻസ് എന്താണെന്നും അതിന് ഗോസസ് ലോ ആയിട്ടുള്ള ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ചുറ്റും ആ പോയിന്റ് എങ്ങനെ കേളിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെയാണ്. കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത്. ഇത് കുറച്ചും കൂടി ഇതിൻ്റെ ബേസിക് ഫിസിക്കൽ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ യു ക്യാൻ റെഫർ ദ ചാപ്റ്റർ 1 ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത്, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ്. അല്ല, ചാപ്റ്റർ 1 വളരെ കൃത്യമായിട്ട് ഡൈവർജൻസ് എന്താണ്, കേൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു എക്സാമ്പിളായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡൈവർജൻസ് ഒരു റിവറിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് റീജിയനിലെ കേളിംഗ് ഇഫക്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു കേൾ ചെയ്യുന്ന റീജിയൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു അനലോഗിയായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സോഡസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇടുമ്പോൾ ആ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ചുറ്റും ഈ സോഡസ്റ്റ് കിടന്ന് ഒരു കേളിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ ഒരു കേളിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് കേൾ ഉള്ള ഒരു പോയിന്റ് ആണ്. അതായത് നോൺ സീറോ കേളുള്ള ഒരു പോയിന്റ് ആണ്. ചില പർട്ടിക്കുലർ പോയിന്റിൽ ഈ സോഡസ്റ്റ് ഇട്ടാൽ
ഈ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സോഡസ്റ്റ് ഇട്ടാൽ ആ സോഡസ്റ്റ് എല്ലാ പോയിന്റിലേക്കും ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചില പോയിന്റുകളിൽ എത്തുമ്പോൾ എല്ലാം ആ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് വരുന്ന രീതിയിലും നിങ്ങൾക്ക് സോഡസ്റ്റ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് പോസിറ്റീവ് ഡൈവർജൻസ് ഉള്ള റീജിയനും ഇത് നെഗറ്റീവ് ഡൈവർജൻസ് ഉള്ള റീജിയനുമാണ്. ഈ പോയിന്റ് ഇവിടെ ഇത് കേള് സീറോ അല്ലാത്ത ഒരു റീജിയൻ. കേള് സീറോ ആണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വളരെ യൂണിഫോം ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് കേളിംഗ് ഇഫക്റ്റ് ഇല്ല എന്നൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് വേണ്ടത് കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാത്തമാറ്റിക്കലി ദ കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഡെൽ ക്രോസ് വെക്റ്റർ ഇ. ഇതാണ് കേൾ. നമ്മളൊരു ഇൻ്റഗ്രൽ ഫോമിലൊക്കെ കമ്പോണൻറ്റ് ഫോമിലൊക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഐ ജെ കെ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് പാർഷ്യൽ ഡി ബൈ ഡി വൈ പാർഷ്യൽ ഡി ബൈ ഡി സെഡ്. ഡിറ്റർമിനൻറ്റ് ഫോമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ എക്സ് ഇ വൈ ഇ സെഡ് ഇങ്ങനെ എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മാത്തമാറ്റിക്സ് ആണ്. ഈ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ എത്രയാണ്, അത് സീറോ ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണ്. ദിസ് ഇസ് ദ കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇതാണ് ഒറിജിൻ. ഈ ഒറിജിനിൽ ഒരു പോയിന്റ് ചാർജ് ക്യൂ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. സോ കൺസിഡർ എ പോയിന്റ് ചാർജ് ക്യൂ. പോയിന്റ് ചാർജ് ക്യൂ at origin. നമ്മളിവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒരു എ എന്ന് പറയുന്ന പോയിന്റും ഇവിടെ ഒരു ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ചാർജിൽ നിന്ന് നമ്മൾ പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ വെക്റ്റർ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ പോയിന്റിനെ വെക്റ്റർ ആർ ബി എന്നും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. വെക്റ്റർ ആർ. ഓക്കെ. നമ്മൾ ഒരു പോയിന്റ് ചാർജ്, ഒരു പാത്ത് നമ്മളിവിടെ ഇങ്ങനെ അസ്യൂം ചെയ്യണം. ഇങ്ങനെ ഒരു പാത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്ത്, ഇങ്ങനൊരു പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതായത് ദിസ് പാത്ത് റെപ്രസെന്റ്സ് ദ മൂവ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. സോ കൺസിഡർ എ പാത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. കൺസിഡർ എ പാത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ പാത്ത് എടുത്തു. ആ പാത്തിലെ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദിസ് പാത്ത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ പോയിന്റ് ചാർജ് വയ്ക്കുമ്പോൾ ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലാണ് ഈ ഒരു പാത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്തിൽ കൂടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ട്രാവൽ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഈ പാത്തിന് അക്രോസ് ഉള്ള ഒരു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി മാത്തമാറ്റിക്കലി റെപ്രസെന്റഡ് ആസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആ ഡി എൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് ഡി എൽ എടുക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. What is the line integral of electric field along this path from A to B? A to B. എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്നാണ് മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക.
ഓക്കെ, സോ വാട്ട് ഈസ്, ഇവിടെ ഒരു പോയിന്റ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ എത്ര വരും? E of Ra is equal to 1 by 4 pi epsilon naught Q by Ra square into unit vector Ra cap. ശരിയാണല്ലോ. വാട്ട് ഈസ് ഇ ഓഫ് ആർ ബി? ആ ബി എന്ന് പറയുന്ന പൊസിഷനിലെ ഇ ഓഫ് ബി എന്നോ അല്ലെങ്കിൽ ഇ ഓഫ് ആർ ബി എന്നോ റെപ്രസെന്റ് ചെയ്യാം. that can be written as 1 by 4 pi epsilon naught Q by RB square the unit vector RB. So in general നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ 1 by 4 pi epsilon naught Q by R square into R cap എന്ന് ജനറലി നമുക്കൊരു പർട്ടിക്കുലർ ഈ പോയിന്റിലെ ആറേയും ഈ പോയിന്റിലെ ആർ ബി റെപ്രസെന്റ് ചെയ്തു. ഓരോ പോയിന്റിലെയും പൊസിഷൻ വെക്ടേഴ്സിനെ ആർ എന്നുള്ള സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്തെങ്കിൽ ജനറലി ഇലക്ട്രിക് ഫീൽഡിനെ 1 by 4 pi epsilon naught Q by R square എന്ന് എടുക്കാം. നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡി എല്ലിനെ റെപ്രസെന്റ് ചെയ്യാം. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡി എൽ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ 3 കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? ആർ, തീറ്റ, ഫൈ ആണ്. 3 യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ ഡി എല്ലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡി എൽ ക്യാൻ ബി ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് ഡി എൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഡി ആർ ഇൻറ്റു ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്. ഇതാണ് ഡി എൽ. And E is 1 by 4 pi epsilon naught Q by R square. So what is E dot dl? E dot dl is equal to 1 by 4 pi epsilon naught Q by R square into R cap. Radially outward ആണ് electric field. Dot dr R cap plus R d theta theta cap plus R sin theta d phi into phi cap. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ആർ ഡോട്ട് തീറ്റ ക്യാപ്പും ആർ ഡോട്ട് ഫൈ ക്യാപ്പും 0 വരും. അതായത് ഓർത്തോനോർമൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 വരും. സോ 90 ഡിഗ്രി വരുന്നതുകൊണ്ട് ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 1 by 4 pi epsilon naught Q by R square into dr into r cap dot r cap മാത്രം വരും. That is equal to 1. So E dot dl is equal to 1 by 4 pi epsilon naught Q by R square. So what is line integral of electric field around the path A to B? Line integral E dot dl is equal to integral A to B 1 by 4 pi epsilon naught Q by R square into dr. So Q by 4 pi epsilon naught R raised to minus 2 dr integral A to B. Okay, so that will be equal to Q by 4 pi epsilon naught R raised to minus 2 plus 1 by minus 2 plus 1 bracket upper limit R A R B. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ എ ടു ബി എന്ന് പറഞ്ഞാൽ ആർ എ ടു ആർ പി എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂ ബൈ 4 pi epsilon naught മൈനസ് 1 by r എന്ന് വരും. ആർ റേസ് ടു മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ആർ റേസ് ടു മൈനസ് 1 മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 by r എന്ന് വരും. ആർ എ ടു RB. Okay, so minus Q by 4 pi epsilon naught 1 by RB minus 1 by R. So the result will be Q by 4 pi epsilon naught 1 by RA minus 1 by RB.
This is the line integral of electric field. A to B. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു പാത്താണ്. സപ്പോസ് യു ആർ കൺസിഡറിങ് എ ക്ലോസ്ഡ് പാത്ത് ലൈക്ക് ദിസ്. ഒരു ക്ലോസ്ഡ് പാത്താണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്താണെങ്കിൽ ആർ എയും ആർ ബിയും സെയിം ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ എന്നുള്ളതിന് പകരം ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു q by 4 pi epsilon naught into 0 എന്ന് വരും. That will be equal to 0. So line integral of electric field, we can simply write it as a line integral of electric field around a closed path is 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ക്ലോസ്ഡ് പാത്തിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളതാണ്. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണെന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ electrostatic field. That means electrostatic field is conservative in nature എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു കൺസർവേറ്റീവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. ലൈൻ വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്. വർക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. സോ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള വർക്ക് ഡൺ എ തൊട്ട് ബി വരെയും തിരിച്ച് ഇങ്ങനെയും വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാത്തിൻ്റെയും വർക്ക് ഡൺ എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ടേക്കൻ. വർക്ക് ഡൺ അറൗണ്ട് ദ work done is independent of path, and work done around a closed path is always 0. So line integral of electric field around a closed path will be always 0. So ഇതാണ് കൺസർവേറ്റീവ് നേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് ലൈൻ ഇൻറ്റഗ്രൽ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ closed line integral E dot dl is equal to 0. നമുക്കിതിനെ ജസ്റ്റ് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പാത്ത് എടുത്തു, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് എടുത്തുവെങ്കിൽ ആ പാത്ത് എൻക്ലോസ് ചെയ്യുന്നൊരു സർഫസ് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് സ്റ്റോക്സ് തിയറം. യു ജസ്റ്റ് സർഫസ് ലൈൻ ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ എന്ന് എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് കോൾഡ് സ്റ്റോക്സ് തിയറം. സോ യു സിംപ്ലി അപ്ലൈ സ്റ്റോക്സ് തിയറം. സോ സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0. ദിസ് expression is true for any arbitrary differential element. ഏത് ആർബിട്രറി ഡിഫറൻഷ്യൽ എലമെന്റ് എടുത്താലും നിങ്ങൾക്ക് ഏത് ഡി എടുത്താലും ആർബിട്രറി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡി എ ചൂസ് ചെയ്താലും ഈ ഇക്വേഷൻ ഹോൾസ് ഗുഡ് ചെയ്യും. അതിനെന്താ കാരണം? ഇൻ്റഗ്രൻ്റ് 0 ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ അതുകൊണ്ട് തന്നെ 0 ആണെന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രൽ ഫോമിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ 0 എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് വെക്റ്റർ. It is a special kind vector in which curl of electric field
ഈസ് സീറോ. ഓക്കെ, ഒരു പ്രത്യേക അതിൻ്റെ പ്രോപ്പർട്ടിയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെക്ടർ ആണെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫിസിക്കൽ കോൺസെപ്റ്റുകൾ ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ സീറോ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് നമ്മൾ കൺസർവേറ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ദ കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് സീറോ എന്നുള്ള രീതിയിൽ, വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ടേക്കൻ എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു പോയിന്റ് ചാർജിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിത് പ്രൂവ് ചെയ്തു. ഇത് ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും, പോയിന്റ് ചാർജിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തതെങ്കിലും ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേള് സീറോ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേള് എപ്പോഴും സീറോ ആയിരിക്കും. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പോയിന്റ് ചാർജ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തതെന്ന് മാത്രം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത